ദില്ലി മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെയും മീററ്റ് മെട്രോയുടെയും ശേഷിക്കുന്ന ഭാഗങ്ങൾ ഫെബ്രുവരി 22-ന് അതായത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഈ ഉദ്ഘാടനത്തോടെ 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദില്ലി ഗാസിയാബാദ് മീററ്റ് ഇടനാഴി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. ഇത് ദില്ലിയിൽ നിന്ന് മീററ്റിലേക്കുള്ള മണിക്കൂറുകൾ നീണ്ട യാത്ര മിനിറ്റുകളായി കുറയ്ക്കും. ദില്ലിയിൽ നിന്ന് മീററ്റിലേക്കുള്ള യാത്ര ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അതിവേഗം, ആധുനിക സൗകര്യങ്ങൾ, സുഖകരമായ യാത്ര എന്നിവ ഫെബ്രുവരി 22 മുതൽ ഡൽഹി മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ മുഖമുദ്രയാകും. ഈ പദ്ധതി പ്രകാരം സരായ് കാലെ ഖാൻ മുതൽ ന്യൂ അശോക് നഗർ വരെയുള്ള ശേഷിക്കുന്ന 5 കിലോമീറ്റർ ഭാഗവും മീററ്റ് സൗത്ത് മുതൽ മോദിപുരം വരെയുള്ള 21 കിലോമീറ്റർ ഭാഗവും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഫെബ്രുവരി 22-ന് ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കും. സരായ് കാലെ ഖാൻ മുതൽ മീററ്റ് വരെയുള്ള യാത്രയ്ക്ക് 55 മിനിറ്റ് എടുക്കും. ഇടനാഴിയുടെ പ്രത്യേകതകൾ ഇങ്ങനെയാണ്. ഇടനാഴിയുടെ നീളം 82.15 കിലോമീറ്റർ, ഉയർന്ന ദൂരം 70 കിലോമീറ്റർ, ഡൽഹി 9.22 കിലോമീറ്റർ, ഉത്തർപ്രദേശ് 60.57 കിലോമീറ്റർ, ഭൂഗർഭ നീളം 12 കിലോമീറ്റർ, ഡൽഹി സെക്ഷൻ ഏകദേശം 14 കിലോമീറ്റർ, UP സെക്ഷൻ ഏകദേശം 68 കിലോമീറ്റർ. ദുഹായിലും മോദിപുരത്തും 2 അറ്റകുറ്റപ്പണി ഡിപ്പോകൾ ഉണ്ടാകും. പദ്ധതിയുടെ ആകെ ചിലവ് പ്രതീക്ഷിക്കുന്നത് 30,274 കോടി രൂപ. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ രൂപകൽപ്പന ചെയ്ത നമോ ഭാരത് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സംവിധാനമാണ്. സാഹിബാബാദ്, ഗാസിയാബാദ്, മോദിനഗർ, മീററ്റ് തുടങ്ങിയ പ്രധാന നഗര കേന്ദ്രങ്ങളെ ഡൽഹിയുമായി ഇത് വേഗത്തിൽ ബന്ധിപ്പിക്കും. ഇടനാഴിയുടെ പ്രാരംഭ സ്റ്റേഷനായ സരായ് കാലെ ഖാൻ ഈ ഉദ്ഘാടനത്തോടെ കമ്മീഷൻ ചെയ്യുന്ന 4 നമോ ഭാരത് സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ, ഡൽഹി മെട്രോയുടെ പിങ്ക് ലൈൻ, വീർ ഹഖീഖത്ത് റായ് ISBT, റിംഗ് റോഡ് എന്നിവയെ തമ്മിൽ സുഗമമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപരമായ പ്രധാന മൾട്ടി മോഡൽ ഹബ്ബായി ഇത് സ്ഥിതി ചെയ്യുന്നു. കമ്മീഷൻ ചെയ്യുന്ന മറ്റു 3 നമോ ഭാരത് സ്റ്റേഷനുകളായ ശതാബ്ദി നഗർ, ബേഗംപൂൾ, മോദിപുരം എന്നിവ മീററ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മീററ്റ് സൗത്തിനും മോദിപുരത്തിനും ഇടയിലുള്ള മീററ്റ് മെട്രോ സർവീസുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നമോ ഭാരതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത് രാജ്യത്തെ ഇത്തരത്തിലെ ആദ്യ സംരംഭമാണ്. ഏകദേശം 120 കിലോമീറ്റർ പരമാവധി പ്രവർത്തന വേഗതയുള്ള ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സംവിധാനമായിരിക്കും മീററ്റ് മെട്രോ. മെട്രോ 30 മിനിറ്റിനുള്ളിൽ പാതയിൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ സ്റ്റോപ്പുകളും പിന്നിട്ട് യാത്ര പൂർത്തിയാക്കും. നമോ ഭാരതും മീററ്റ് മെട്രോയും ഒരേ അടിസ്ഥാന സൗകര്യത്തിൽ സുഗമമായി സംയോജിപ്പിക്കുന്നത് വിവിധ നഗരങ്ങൾക്കിടയിലെ യാത്രയും നഗരാന്തര യാത്രയും വേഗത്തിലാക്കും. ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗതത്തിന് ഇത് നാഴികക്കല്ല് സൃഷ്ടിക്കും. ഇത് റോഡിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുകയും തൽഫലമായി വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.